ഹലോ മൈ ഗൈസ്, കുറെ നാളുകളായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ്. പിന്നെ നമുക്ക് കുറച്ച് ഡൗട്ട് കാര്യങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറെ പേര്. ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ കാര്യങ്ങളായിട്ട് കുറെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് പറയാൻ പോകുന്ന വേറെ ഒന്നുമല്ല, നമ്മൾ ഗിയറിൽ ചേഞ്ചിൽ കുറേ ബുദ്ധിമുട്ട് കാര്യങ്ങൾ പറയാറുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് മുന്നിൽ വണ്ടി വരുമ്പോൾ നമ്മളിപ്പോൾ സെക്കൻഡ് ഗിയറിലാണെങ്കിൽ പെട്ടെന്ന് ഫസ്റ്റിക്ക് ഇടുക, അല്ലെങ്കിൽ തേർഡ് ഗിയർ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണെങ്കിൽ പെട്ടെന്ന് സെക്കൻഡിക്ക് ഇടുക. അങ്ങനെ ഇടുമ്പോൾ വണ്ടി ഒന്ന് കുതിച്ച് ചാടുന്ന പോലെയൊക്കെ തോന്നാറുണ്ടെന്ന് പറയാറുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് ഓരോ ഗിയർ ഇടുമ്പോഴും അതിൻ്റെതായ സ്പീഡ് കാര്യങ്ങളും കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ഇടാൻ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് നമുക്ക് ആവശ്യമില്ലാതെ ഇപ്പോൾ ഫോർത്ത് ഗിയറിൽ പോകുന്ന വണ്ടി പെട്ടെന്നൊന്നും തേടിക്കിടാൻ പാടില്ല എന്ന് തന്നെ പറയാം. സന്ദർഭ സാഹചര്യങ്ങൾ വരുമ്പോൾ മാത്രമേ ഉള്ളൂ നിയമമുള്ളൂ നമുക്ക് ആ ഗിയർ മാറ്റാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ പോയിക്കൊണ്ടിരിക്കുന്ന പെട്ടെന്ന് വണ്ടി ഇപ്പോൾ ഫോർത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി പെട്ടെന്ന് ഫസ്റ്റിക്ക് ഒരിക്കലും എടുക്കാൻ പാടില്ല. അപ്പോൾ അതിനൊരു കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഓടിക്കണം, അല്ലെങ്കിൽ ഏത് സമയത്ത് ഏതൊക്കെ രീതിക്ക് ചെയ്യണം എന്നൊക്കെ കറക്റ്റായിട്ട് നോക്കണം. അപ്പം നമുക്ക് നോക്കല്ലേ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന്. തുടങ്ങല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ന്യൂട്രലാണ് വാഹനം. ഓക്കെ, ക്ലച്ചും ബ്രേക്കൊക്കെ ചവിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ക്ലച്ച് ചവിട്ടിയിട്ട് ഫസ്റ്റിക്ക് ഇടാണ്. ഫസ്റ്റിക്ക് ഇട്ടു, വണ്ടി മൂവ് ചെയ്യല്ലേ. ഓക്കെ, സോ ഫസ്റ്റ് ഗിയർ എപ്പോഴും നമ്മൾ വണ്ടി എടുക്കുമ്പോൾ എപ്പോഴും ഫസ്റ്റ് ഗിയറിക്ക് ഇടാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ഫസ്റ്റ് വണ്ടി എടുക്കുമ്പോൾ ഹാഫ് ക്ലച്ച് വന്നതിന് ശേഷം, അഥവാ ഹാഫ് ക്ലച്ച് വന്നതിന് ശേഷം മെല്ലെ ആക്സിലേറ്റർ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, മെല്ലെ ക്ലച്ചിൽ നിന്ന് കാലെടുത്തിട്ട് വേണം വണ്ടി എടുക്കാൻ. പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി പെട്ടെന്ന് ഓഫാവും. ഓക്കെ, ഇപ്പം നമുക്ക് മുന്നിൽ തടസ്സങ്ങളൊന്നുമില്ല, വണ്ടി മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. സെക്കൻഡ് ഗിയർ ക്ലച്ച് ഓടിയിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. അപ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. എന്ത്, ആക്സിലേറ്റർ ഒന്ന് കാലെടുക്കണം. ഗിയർ മാറ്റുമ്പോൾ ആക്സിലേറ്റർ വെറുതെ ചവിട്ടരുത്. വെറുതെ അങ്ങനെ ഒച്ച ഉണ്ടാക്കാറുണ്ട് ഫസ്റ്റ് പഠിക്കുന്ന ആൾക്കാരെ, വെറുതെ ഒച്ച ഉണ്ടാക്കാറുണ്ട്. അതങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, സോ ഇനി അടുത്തത് ഗിയർ നമുക്ക് മാറ്റിയല്ലേ. ഞാനിതാ ക്ലച്ച് ചവിട്ടി. ഓക്കെ, അതിനുശേഷം ആക്സിലേറ്റർ ഓൾറെഡി ഞാൻ കാലെടുത്തിട്ടോ. ഗിയർ മാറ്റാൻ വരുമ്പോൾ തന്നെ ഞാൻ എന്ത് ആക്സിലേറ്റർ കാലെടുത്തു. അതിനുശേഷം തേടിക്ക് മാറ്റാണ്. ഓക്കെ, മുന്നിക്ക് നോക്കാം. എന്നിട്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, കാലെടുത്തിട്ട് നമ്മൾ റണ്ണിങ്ങിൽ പെട്ടെന്ന് കാലെടുക്കാം. ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് കാലെടുക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. ഈ ക്ലച്ചിൽ നിന്ന് കാലെടുത്തോണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ വിടാനാവണ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ സമയത്ത് തന്നെ നമ്മൾ എന്ത് കൊടുക്കണം, ഈ ആക്സിലേറ്റർ എന്ന് പറയുന്ന സാധനം കൊടുക്കണം. ഓക്കെ, ഇപ്പൊ നമ്മൾ മുന്നിൽ വാഹനങ്ങൾ ഉണ്ട്, ഇപ്പൊ അതിൽ തന്നെ നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, ഇപ്പൊ തേർഡിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം, അത് മനസ്സിലാക്കണം കേട്ടോ. ഇനി പെട്ടെന്ന് നമുക്ക് ഒരിക്കലും ഇവിടെ സെക്കൻഡിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മുന്നിൽ തടസ്സങ്ങൾ വരികയാണെങ്കിൽ മാത്രം ഡൗൺ ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നേരെ ഇങ്ങനെ പോയാൽ മതി. ഓക്കെ, ഞാനിപ്പോ ഇവിടെ മുന്നിൽ ഇപ്പോൾ പള്ളി ഇടുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് തടസ്സങ്ങളും വാഹനങ്ങളും കൂടുതലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാണ്, ഇപ്പോൾ വലിയ തടസ്സങ്ങളൊന്നുമില്ല, ഫോർത്ത് ഗിയറിലേക്ക് മാറ്റാണ്. ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്തു, ക്ലച്ച് ഓട്ടി ഫോർത്തേക്ക് വലിച്ചിട്ടു. ഓക്കെ, അങ്ങനെ ഫോർത്തിലിട്ടിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണം. ഇനി നമുക്ക് ഈ കണ്ടീഷൻ നമ്മളില്ലെങ്കിൽ എന്താ പറയുക, ഈ ഫോർത്ത് ഗിയറിന് തേർഡിക്ക് ഇടേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് മുന്നിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കുട്ടി മുന്നിൽ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, കുട്ടി മുന്നോട്ട് നടന്നു പോയി അപ്പുറത്തോട്ട് പോയി, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഗിയർ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എപ്പോഴാണോ ബ്രേക്കിന്റെ മുകളിലേക്ക് കാല് വരുന്നത് അത് മനസ്സിലാക്കണം. ബ്രേക്കിന്റെ മുകളിലേക്ക് കാല് വന്നാൽ മാത്രം പോരാ, സ്പീഡ് കുറയ്ക്കുന്നത്. ഇപ്പോൾ ഫോർത്തിൽ പോകാൻ സ്പീഡ് ഉണ്ട്, 40 എന്ന് പറയുന്ന ഒരു സ്പീഡ് ഉണ്ട്, അല്ലെങ്കിൽ 40 അങ്ങോട്ട് മുകളിലേക്കൊക്കെ എന്ത് ചെയ്യുക, ഫോർത്തിൽ നമുക്ക് പോകാൻ കഴിയും. ആ സ്പീഡിൽ എത്തുന്ന സമയത്ത് നമുക്ക് ഫോർത്തിൽ തന്നെ പോകണം, അല്ലെങ്കിൽ നമുക്ക് മൈലേജ് കിട്ടില്ല. ഇപ്പൊ ഇത് ഗട്ടർ വരികയാണ്, അപ്പൊ ഞാൻ സ്പീഡ് കുറയ്ക്കും. ഓക്കെ, സ്പീഡ് കുറച്ച് ഈ 40ന്റെ അടിക്കൊക്കെ വരികയെന്ന് ചോദിച്ചു. ഒരിക്കലും സ്പീഡ് നോക്കിയിട്ട് വണ്ടി ഓടിക്കരുത് കേട്ടോ. പിന്നെ 40ന്റെ അടിക്ക് വരികയെന്ന് വിചാരിക്കും. ഓക്കെ, ആ സമയത്ത് ഇപ്പൊ സ്പീഡ് കുറഞ്ഞു, ഇപ്പൊ ഫോർത്തിൽ പോകാൻ പറ്റാത്ത സ്പീഡാണെങ്കിൽ നമ്മൾ അപ്പം എന്ത് ചെയ്യണം, തേർഡിക്ക് ജസ്റ്റ് എന്ത് ചെയ്യണം, ഡൗൺ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പൊ വണ്ടിക്ക് ഒരു സൗണ്ട് വരാട്ടോ, സുഖമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സൗണ്ട് വരാം. ഇപ്പൊ പെട്ടെന്ന് ഞാൻ വേറൊരു കണ്ടീഷൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഞാൻ ഫോർത്തിലിട്ടു. ഓക്കെ, ഫോർത്തിലിട്ട വണ്ടിയാണ്. പെട്ടെന്ന് ഞാൻ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി ഈ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി തേർഡിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോട്ടോ. ഇപ്പൊ ഞാൻ തേടിക്കിടാൻ പോകട്ടോ. ആണോ, ഒരു മുന്നിക്കൊരു തള്ളല് അല്ലെങ്കിൽ കുതിപ്പുണ്ടാവും വണ്ടിക്ക്. ഓക്കെ, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ എന്ത് ചെയ്യാണ്, ഒരു ബ്രേക്കിംഗ് ചെയ്യാണ്. അഥവാ ഗിയർ ഡൗൺ ചെയ്യണ സമയത്ത് എഞ്ചിൻ ബ്രേക്കിംഗ് ചെയ്യാണ്. സോ ഒരിക്കലും വണ്ടി നല്ല സ്പീഡിൽ പോയോണ്ടിരിക്കുന്ന സമയത്ത് ഡൗൺ ചെയ്യരുത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഡൗൺ ഒരിക്കലും ചെയ്യരുത്. അഥവാ സ്പീഡ് കുറച്ചിട്ട് എന്ത് ചെയ്യുക, ഗിയർ ഡൗൺ ചെയ്യുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതും ശ്രദ്ധിക്കുക, ഈ കണ്ടീഷൻ എപ്പോഴും ശ്രദ്ധിക്കുക. ആവശ്യമില്ലാതെ ഗിയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റരുത്. നമുക്കിപ്പോൾ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണെങ്കിൽ നമുക്ക് മുന്നിൽ എന്തെങ്കിലും സ്റ്റോപ്പ് വന്നു,
ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാൻ എനിക്കിപ്പോൾ വണ്ടി നിർത്തണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ക്ലച്ചിലും ബ്രേക്കിലും കാല് വെച്ചിട്ട് ഇപ്പോൾ ഞാൻ വണ്ടി നിർത്തി കാണിച്ചു തരാം. ഓക്കെ, എനിക്ക് ഈ വണ്ടി നിർത്തണം. സോ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന 4th ഗിയറിലാണല്ലോ. സോ എനിക്ക് വണ്ടി നിർത്തണമെങ്കിൽ ഞാൻ ഇൻഡിക്കേറ്റർ ആദ്യം ഇട്ടു. ഓക്കെ, അപ്പോൾ സ്പീഡ് കുറച്ച് വരികയാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് ബ്രേക്കിൽ കാല് വെച്ച് ഇതാ സ്പീഡ് കുറച്ചു. സോ 3rd, 2nd വണ്ടി നിർത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ അതാ വണ്ടി നിർത്തി. സോ ഇനി എടുക്കേണ്ട ഗിയർ ഏതാ? ഇനി വണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ എടുക്കേണ്ട ഗിയർ എന്ന് പറയുന്നത് 1st ഗിയറാണ്. സോ 1st ഗിയറിലേക്ക് മാറ്റണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, മെല്ലെ ഹാഫ് ക്ലച്ചിലോട്ട് വരിക. ഓക്കെ, എന്നിട്ട് ബ്രേക്കിൽ നിന്ന് മെല്ലെ കാലെടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആക്സിലേറ്ററോടേക്ക് കാല് വെച്ചിട്ട് മെല്ലെ ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, ക്ലച്ച് ഇങ്ങനെ താങ്ങി കൊടുക്കണം കേട്ടോ. അതിനാണ് ഹാഫ് ക്ലച്ച് പിടിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വണ്ടി ഇങ്ങനെ മുന്നിലേക്ക് പോകും. അതിനനുസരിച്ച് ഇങ്ങനെ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പോകും. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് പഠിക്കണം. ഓക്കെ, ഇതിങ്ങനെ ഒരു ഗ്രൗണ്ടിൽ കൂടി നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനെ ലോങ് ആയിട്ട് ഓടിക്കാൻ കഴിയില്ല. അല്ലാതെ തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഒഴിഞ്ഞ റോട്ടിലൂടെ ഇങ്ങനെ കുറച്ച് സ്പീഡിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പഠിച്ചാൽ മതി. ഓപ്പോസിറ്റ് വണ്ടി വന്ന് നമ്മളിപ്പോൾ പുറത്തിൽ പോവുകയാണെങ്കിൽ ഓപ്പോസിറ്റ് വാഹനം വരുന്നുണ്ട്, നമുക്ക് സ്പീഡ് കുറയും, വണ്ടി ബ്രേക്കിൽ ചവിട്ടിയിട്ട് സ്പീഡ് കുറയുന്ന കാണുമ്പോൾ മാത്രം എന്ത് ചെയ്താൽ മതി, ഗിയർ മാറ്റിയാൽ മതി. അതിന് മുന്നേ ഒരിക്കലും ഗിയർ മാറ്റരുത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഗിയർ മാറ്റുന്നതുകൊണ്ടാണ് കുതിച്ച് ചാടുന്നത്. ഓക്കെ, വണ്ടി ഉള്ളിൽ ബ്രേക്കിങ് നമ്മൾ ചെയ്യാതെ തന്നെ എൻജിൻ ബ്രേക്കിങ് ചെയ്യാണ്, അതിൻ്റെ പ്രശ്നമാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ സെറ്റായിട്ട് പഠിക്കാം. ഗുഡ് ബൈ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.